ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം സംബന്ധിച്ച് സുപ്രധാനമായ മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഇറാനിലെ ആണവ ശേഖരം ഒന്നുകിൽ അമേരിക്കയ്ക്ക് കൈമാറി നശിപ്പിക്കണം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിരീക്ഷണത്തിൽ ഇറാനിൽ വെച്ച് തന്നെ അവ നശിപ്പിക്കാൻ തയ്യാറാകണമെന്നതാണ് ട്രംപിന്റെ നിർദ്ദേശം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ തർക്കത്തിൽ ഏറ്റവും പുതിയതും നിർണായകവുമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പുതിയ അന്ത്യശാസനം. തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിനായി ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമിനെയാണ് ട്രംപ് ഇതിനായി ഉപയോഗപ്പെടുത്തിയത്. ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന ഉയർന്ന നിലവാരത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം അടിയന്തരമായി നീക്കം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യണമെന്ന കർശനമായ നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഈ ആണവ ശേഖരം ഒന്നുകിൽ പൂർണ്ണമായി അമേരിക്കയ്ക്ക് കൈമാറി നശിപ്പിക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായി സഹകരിച്ച് മറ്റേതെങ്കിലും അന്താരാഷ്ട്ര അംഗീകാരമുള്ള സ്ഥലത്ത് വെച്ച് അറ്റോമിക് എനർജി കമ്മീഷനെയോ സമാനമായ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസിയെയോ സാക്ഷി നിർത്തി അവ നശിപ്പിക്കാൻ തയ്യാറാകണം. ഏകദേശം 400 കിലോയോളം വരുന്ന ഈ സമ്പുഷ്ട യുറേനിയം ശേഖരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ കാതൽ. ട്രംപിന്റെ ഈ കടുംപിടുത്തത്തോട് ഇറാൻ ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുമെന്നും ഈ അന്ത്യശാസനം സമാധാന ചർച്ചകളിൽ എന്ത് ചലനം ഉണ്ടാക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. ഇറാൻ ഈ ആവശ്യത്തോട് സഹകരിക്കാൻ തയ്യാറാകുമോ, അതോ തങ്ങളുടെ ആണവ നയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകുമോ എന്നത് വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ആഗോള സുരക്ഷയെയും സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്നുവരുന്ന US ഇറാൻ സമാധാന ചർച്ചകൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മേഖലയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ശാശ്വതമായ ഒരു സമാധാന കരാറിലേക്ക് എത്തുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെയും ശ്രമങ്ങൾക്കിടയിലാണ് യുറേനിയം ശേഖരം സംബന്ധിച്ച പുതിയ തർക്കം ഇരുപക്ഷവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാക്കിയിരിക്കുന്നത്. ആണവ സംബന്ധമായ വിഷയങ്ങൾ നിലവിലെ ചർച്ചകളുടെ പരിധിയിൽ വരുന്നതല്ലെന്നും അവ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ചർച്ചകളിലേക്ക് മാറ്റിവെക്കണമെന്നുമാണ് ഇറാനിയൻ വശത്തിന്റെ നിലപാട്. അതേസമയം ഈ പ്രതിസന്ധികൾക്കിടയിൽ തന്നെ നിർണായകമായ പല നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിന്റെ ഇന്ത്യ സന്ദർശനം ഈ വിഷയത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സമുദ്ര ഗതാഗതം എന്ത് വില കൊടുത്തും പുനഃസ്ഥാപിക്കുമെന്നും ഏത് സാഹചര്യത്തിലും ആഗോള വ്യാപാരത്തിന് അത് സുരക്ഷിതമാക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് മേഖലയിലെ സുരക്ഷാ ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നതായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം ചേർന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും സമാധാന ചർച്ചകളുടെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളോടും ആണവ ശേഖരം നശിപ്പിക്കണമെന്ന അന്ത്യശാസനത്തോടും വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചത്. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന അമിതമായ ആവശ്യങ്ങൾക്കും ഭീഷണികൾക്കും മുൻപിൽ രാജ്യം ഒരു കാരണവശാലും മുട്ടുമടക്കില്ലെന്നും അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബലപ്രയോഗത്തിലൂടെയും ഭീഷണികളിലൂടെയും ഇറാനെ അടിയറവ് പറയിക്കാമെന്നത് അമേരിക്കയുടെ വെറും മിഥ്യാബോധം മാത്രമാണെന്ന് തുറന്നടിച്ച പെസഷ്കിയാൻ ഇറാന്റെ പരമാധികാരവും അവകാശങ്ങളും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് മാത്രമേ രാജ്യം ഭാവിയിലും തയ്യാറാവുകയുള്ളൂ എന്ന് അടിവരയിട്ട് പറഞ്ഞു. നേരത്തെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലെന്നും സമാധാനപരമായ ആണവ ഉപയോഗത്തെക്കുറിച്ചുള്ള തങ്ങളുടെ നിലപാട് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇറാൻ സന്നദ്ധമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. എങ്കിലും ട്രംപ് ആവശ്യപ്പെട്ടതുപോലെ നിർണായകമായ യുറേനിയം ശേഖരം കൈമാറുന്ന കാര്യത്തിലോ അത് നശിപ്പിക്കുന്ന വിഷയത്തിലോ ഒരു അന്തിമ ധാരണയിലെത്താൻ ഇരുപക്ഷത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് സമാധാന ചർച്ചകളിലെ വലിയൊരു പ്രതിസന്ധിയായി തുടരുകയാണ്. ഇറാന്റെ ഈ കർശന നിലപാട് വരും ദിവസങ്ങളിൽ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തെയും ചർച്ചകളുടെ ഗതിയെയും എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഏകദേശം 3 മാസമായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷം ലോക സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ച് എണ്ണ വിപണിയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ദക്ഷിണ ഇറാനിൽ US സൈന്യം നടത്തിയ ആക്രമണങ്ങൾ സമാധാന ചർച്ചകളെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് ട്രംപിന്റെ പുതിയ പരാമർശങ്ങൾ വരുന്നത്. ഇറാന്റെ ആണവശേഷി നിയന്ത്രിക്കുക എന്നത് അമേരിക്കയുടെ ദീർഘകാല ആവശ്യമാണ്. 2015 ആണവ കരാറിന് സമാനമായ ഒരു കരാറല്ല, മറിച്ച് അതിനേക്കാൾ കർശനമായ വ്യവസ്ഥകളുള്ള പുതിയൊരു ധാരണയാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ആണവ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസികളും ലോക നേതാക്കളും ആശങ്കയോടെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. യുറേനിയം ശേഖരം നശിപ്പിക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ഇറാൻ നിരാകരിച്ചാൽ അത് വീണ്ടും സൈനിക നടപടികളിലേക്കോ അല്ലെങ്കിൽ ചർച്ചകൾ പാതി വഴിയിൽ മുടങ്ങുന്നതിലേക്കോ നയിച്ചേക്കാം.
സമാധാന കരാറിലെത്താൻ അമേരിക്ക സന്നദ്ധമാണെങ്കിലും ആണവവിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. അതേസമയം ആഭ്യന്തര സാമ്പത്തിക സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും കാരണം ഇറാനും വലിയൊരു പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയുടെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്നതായിരിക്കും.